തോട് വൃത്തിയാക്കുന്നതിനിടെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് ജോയിക്കുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ MG പ്രതീഷ് ചേരുന്നു. MG പ്രതീഷ്, ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏറ്റവും പ്രതിസന്ധിയായ കാര്യം ഈ മാലിന്യം തന്നെയാണ്. അതിനിപ്പോൾ ചെയ്യുന്നൊരു റെമഡി എന്നാൽ ഈ തോടിന് സൈഡിലുള്ള ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റി ഇറ്റാച്ചി ഉപയോഗിച്ച് മാലിന്യങ്ങൾ വാരിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ വരുന്നതനുസരിച്ച് വീണ്ടും അതൊരു തോടാണ്, മാലിന്യങ്ങൾ വീണ്ടും വീണ്ടും ഒഴുകി വരുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ മറ്റു കഴിവുകളിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഇട്ട് അതിനെ തടയാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് ഈ പ്ലാറ്റ്ഫോം 1 തൊട്ട് 5 വരെയുള്ള ഈ ദൂരത്തിൽ മാൻഹോളുകൾ കേന്ദ്രീകരിച്ച് ഒരു ചെറിയൊരു പ്രവർത്തനം നടക്കുന്നെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്? സുഹൈൽ, എല്ലാ കാലത്തും മാലിന്യം ഒരു സാമൂഹ്യ വിപത്താണ്. അതിന്റെ തീവ്രത എത്രത്തോളമെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം ഈ മാരായിമുട്ടം സ്വദേശി ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ടിട്ട് 4 മണിക്കൂർ പിന്നിടുകയാണ്. പക്ഷേ ഇപ്പോഴും ഫയർഫോഴ്സിന് പോലും ജോയിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ഈ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രധാനമായും തടസ്സം നിന്ന പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഈ തോട്ടിലേക്ക് ഇറങ്ങുക, ഈ തോട്ടിൽ നിന്ന് മാലിന്യം കരയിലേക്ക് കൊണ്ടുപോകുക എന്നതടക്കമുള്ള വലിയ വെല്ലുവിളികൾ ഫയർഫോഴ്സിനുണ്ടായിരുന്നു. ആ ഘടകങ്ങൾ അല്ലെങ്കിൽ ആ വെല്ലുവിളികളെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് മറികടന്നിരിക്കുന്നത്. കാരണം നിറയെ ഇരുമ്പ് കമ്പികളാൽ മറച്ചിരുന്ന ഒരു കനാലായിരുന്നു. ആ ഇരുമ്പ് കമ്പികൾ ഇതിനോടകം തന്നെ മുറിച്ച് മാലിന്യ നീക്കമാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നത്. ഈ മാലിന്യം ഒരു പകുതിയെങ്കിലും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ടണലിനുള്ളിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ. ഏകദേശം ഈ ടണലിനുള്ളിൽ നിന്നൊരു 50 മീറ്ററിനുള്ളിൽ ജോയി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രാഥമികമായ ഒരു നിഗമനമാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കുള്ളത്. നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളുണ്ട്. കാരണം ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ നടുഭാഗത്തോടു കൂടിയാണ് ഈ ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിന് സമീപത്ത് ഒരു മാൻഹോളിൽ നിലവിൽ ഈ മാലിന്യം അതുപോലെ തന്നെ അത് കടന്നു പോകുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ടണലിൽ നിന്നൊരു 50 മീറ്റർ അകലെയാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇതിൽ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തികളാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ എത്രത്തോളം മാലിന്യം ഈ ടണലിനുള്ളിൽ ഇനി ഉണ്ട് എന്നത് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഈ ടണലിന് മുൻഭാഗത്തുണ്ടായിരുന്ന മാലിന്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ 3/4 ഭാഗമെങ്കിലും നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. അതിന്റെ എത്രയോ ഇരട്ടി മാലിന്യം ഈ ടണലിനുള്ളിൽ തന്നെ ഉണ്ട് എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വലിയ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം മുൻപെങ്ങും തന്നെ സമാനമായ ഒരു സാഹചര്യം അവരും നേരിട്ടിരുന്നില്ല. കാരണം പല രീതിയിലും അവർ ഈ ജോയിയുടെ അടുത്തേക്ക് എത്താനുള്ള പരിശ്രമം നടത്തിയെങ്കിലും അതൊക്കെ തന്നെ പല ഘടകങ്ങൾ തടസ്സമായി നിന്നിട്ടുണ്ട്. എന്നാലും എത്രയും വേഗം തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്ന കാര്യം. അധികം വൈകാതെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഹിറ്റാച്ചി ഇവിടെ എത്തി അതുവഴി മാലിന്യം നീക്കം ചെയ്യാനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സ്കൂബ ടീം അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ സ്കൂബ ടീമിന് പോലും ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ മാലിന്യം പകുതിയെങ്കിലും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഉള്ളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഈ നേരത്തെയും പ്രധാനമായും ഇപ്പോൾ ഈ ജോയി കാണാതായതിന് പിന്നാലെ തന്നെ വലിയ ചർച്ചയായിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നീക്കം സംബന്ധിച്ചതാണ്. കാരണം ഈ നാട്ടുകാർ ഒപ്പം പ്രതിപക്ഷമടക്കം പറയുന്ന പല കാര്യങ്ങളിലും വസ്തുതയുണ്ട്. കാരണം ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഹസനങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ എത്രത്തോളം പൂർത്തിയായി അല്ലെങ്കിൽ ആ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലായി എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഭൂരിഭാഗം മാലിന്യങ്ങളും വന്നടിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ആമയിഴഞ്ചാൻ തോട്. ആ മാലിന്യം മറ്റിടങ്ങളിലേക്ക് പോകാതെ അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിൽ ഈ റെയിൽവേയും നഗരസഭയും തമ്മിൽ വലിയ തർക്കമാകുന്നു. നഗരസഭയുടെ ഉത്തരവാദിത്തമെന്ന റെയിൽവേയുടെ ഉത്തരവാദിത്തമെന്ന നഗരസഭയും പരസ്പരം പഴിചാരുമ്പോൾ ഒരു മനുഷ്യജീവനാണ് ഈ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ മനുഷ്യജീവനിലേക്ക് എത്താൻ പോലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിയാത്ത തരത്തിൽ മാലിന്യം മൂടിക്കിടക്കുന്ന കുമിഞ്ഞുകൂടിക്കിടക്കുന്ന അത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ അത് എത്ര കണ്ട് പറഞ്ഞാലും മതിവരില്ല. കാരണം 4 മണിക്കൂറോളമായി ഈ അഴുക്കുചാലിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അവരുടെ പരിശ്രമം അത്രത്തോളം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ ജോയിലേക്ക് എത്താൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വൈകാതെ തന്നെ ഈ മാലിന്യം ഈ ഹിറ്റാച്ചി എത്തി ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്ന കാര്യം. അതിനുശേഷമായിരിക്കും സ്കൂബ ടീം ടണലിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ മുൻഭാഗത്തുകൂടി
കൂടി നമ്മൾ ആദ്യം ദൃശ്യങ്ങളിൽ കണ്ട ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മുൻഭാഗത്തു കൂടി മാത്രമേ ഈ ഉള്ളിലേക്ക് കടക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യമുള്ളൂ. കാരണം മറ്റു വഴികളൊന്നും തന്നെ ഇതിലേക്ക് ഇല്ല. കാരണം ഏകദേശം ഒരു 400 മീറ്ററോളം കടന്നാണ് പിന്നീട് ഈ ടണലിനപ്പുറത്ത് ആമയിഴഞ്ചാൻ തോട് ദൃശ്യമാകുന്നത്. ഈ ടണലിലൂടെ ആമയിഴഞ്ചാൻ തോട് പോയി പിന്നീട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്കാണ് ഈ തോട് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അത്രയും ഭാഗം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ അടിഭാഗത്തു കൂടിയാണ് ഈ തോട് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ടണലിൽ നിന്ന് ഏകദേശം 50 മീറ്റർ വരെ ഒരു പരിശോധന നടത്താനാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഈ പ്ലാറ്റ്ഫോമിനുള്ളിൽ ഉള്ളിൽ കയറി അവിടെ മാൻഹോളിലൂടെ അകത്തെ ഒരു സാഹചര്യം ഈ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഈ 50 മീറ്ററിലെ മാലിന്യം നീക്കം ചെയ്യുക എന്നതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. ആ മാലിന്യം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് ടണലിനുള്ളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നഗരസഭയുടെയും രക്ഷാപ്രവർത്തനമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പക്ഷേ അത് എത്ര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഇനി എത്ര സമയമെടുത്ത് ആ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവനോടെ തന്നെ ജോയിയെ തിരിച്ചു കിട്ടണമേ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അതിന് പ്രതികൂലമായി പല ശ്രമകരമായ ദൗത്യം തുടരുന്നുണ്ട്. പക്ഷേ വൈകി വന്ന പ്രേക്ഷകർ, ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരുപക്ഷെ സംശയം തോന്നാം, ഇതിലിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരുടെ മുട്ടോളം മാത്രമാണ് വെള്ളമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ പ്രതീഷ്? ഒപ്പം തന്നെ ഇത് ഈ രീതിയിൽ മുൻപൊക്കെ ശക്തമായ എന്താണ് പറയുക, ഈ വലിയ ഒഴുക്ക് ഈ തോട്ടിൽ ഉണ്ടാവാറുണ്ടായിരുന്നോ? പ്രജിൻ, ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ മുട്ടോളം മാത്രമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വെള്ളമുള്ളത്. പക്ഷേ നേരത്തെ ആദ്യഘട്ടത്തിൽ ഇവർ ഇറങ്ങുന്ന ഘട്ടത്തിൽ അരയ്ക്ക് മുകളിൽ വെള്ളമുണ്ടായിരുന്നു. ഈ വെള്ളത്തിനപ്പുറം ഈ ചെളിയും മാലിന്യവും അടിഞ്ഞുകൂടിയ നിലയിലായിരുന്നു ആമിഴഞ്ചാൻ തോടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കൃത്യമായി ഒഴുകി പോയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് വൃത്തിയാക്കാനായി ഇന്ന് മാരായമുട്ടം സ്വദേശി ഈ തോട്ടിൽ ഇറങ്ങിയത്. ഈ റെയിൽവേയുടെ ഭാഗമാണ് നമ്മൾ നിലവിൽ കാണുന്ന ഈ ഒരു ദൃശ്യം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിലവിൽ റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിയാക്കേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഇത് റെയിൽവേ നേരത്തെ ഒരു കരാർ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാർ തൊഴിലാളിയാണ് ഇത് വൃത്തിയാക്കാൻ 3 തൊഴിലാളികൾ രാവിലെ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങി. അതിൽ ആ സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴയായിരുന്നു, നല്ല ഒഴുക്കായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കാഴ്ച ആയിരുന്നില്ല ആ സമയത്ത് ഈ ഭാഗത്തുണ്ടായിരുന്നത്. ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന വേളയിലാണ് ഈ ഒഴുക്കിൽപ്പെട്ട ഈ ഒരു മാരായമുട്ടം സ്വദേശി ജോയിയെ കാണാതാകുന്നത്. പിന്നീട് ഈ ഫയർഫോഴ്സ് എത്തി മാലിന്യം കുറച്ചെങ്കിലും നീക്കം ചെയ്തതോടുകൂടിയാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇവിടെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായത്. കാരണം ഇതിനോടകം തന്നെ വലിയ അളവിൽ മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കമ്പികൾ ഉൾപ്പെടെ ഇപ്പോഴാണ് മുറിച്ചു മാറ്റിയത്. നേരത്തെ ഈ കമ്പികളായിരുന്നു മാലിന്യം നീക്കം ചെയ്യുന്നത്. കാരണം ഈ തോട്ടിലെ മാലിന്യങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നതിന് വലിയ തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ സംരക്ഷണ വേലികൾ ഉണ്ടായിരുന്നു. ആ സംരക്ഷണ വേലികൾ പൊളിച്ചു മാറ്റിയ ശേഷമാണ് മാലിന്യം മുകളിലേക്ക് മാറ്റിയത്. അതുകൊണ്ടാണ് നിലവിൽ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഇപ്പോൾ നിൽക്കാൻ കഴിയുന്നത്. ഇനി നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ മാറ്റിയതിനേക്കാൾ എത്രയോ ഇരട്ടി മാലിന്യമാണ് ഈ ടണലിന് ഉള്ളിലുള്ളത്. ആ മാലിന്യം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ ടണലിനുള്ളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോയിയുടെ അടുത്തേക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്തണമെങ്കിൽ ആകെയുള്ള ഒരു വഴി ഈ ടണലിന് മുൻഭാഗത്തുകൂടി, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടണലിന്റെ മുൻഭാഗത്തുകൂടി അകത്തേക്ക് പ്രവേശിക്കണം. ഏകദേശം 50 മീറ്ററിനുള്ളിൽ ജോയി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന കാര്യം. പക്ഷേ ആ 50 മീറ്റർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എത്തണമെങ്കിൽ അത് അതികഠിനമാണ്. വലിയ തരത്തിൽ ഒരു പ്രതികൂല സാഹചര്യമാണ് ടണലിന് അകത്തുള്ളത്. അത് മാലിന്യവും ചെളിയും മാത്രമാണ്. മാസങ്ങളായുള്ള തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ ഈ ടണലിൽ അടിഞ്ഞുകൂടിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ടണലിനുള്ളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ മാനുഷികമായി, അല്ലെങ്കിൽ കൈകൾ കൊണ്ട് ഇത് വാരിയെടുത്ത് മുകളിലേക്ക് കയറ്റി വിടുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. ഒപ്പം അത് വലിയ സമയവും എടുക്കും. അതുകൊണ്ട് തന്നെ ഈ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു ഹിറ്റാച്ചി ഇവിടെ വൈകാതെ തന്നെ എത്തിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ ഈ മാലിന്യ നീക്കം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. അതിനുശേഷം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ടണലിനുള്ളിലേക്ക് കടക്കാൻ കഴിയുമെന്നതാണ്
മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ തമ്പാനൂർ ഓവർബ്രിഡ്ജ് റോഡിന്റെ അടിഭാഗത്തു കൂടി വന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഉൾഭാഗത്തുകൂടി കടന്നാണ് ആമയിഴഞ്ചാൻ തോട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമാനതകളില്ലാത്ത ഒരു ശരി പ്രതീഷ് തുടരുക. ഇപ്പോൾ പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ JCB കൊണ്ടുവന്ന് മാലിന്യം വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കുകയാണ്. ഷഫീദ് റാവുത്തർ നൽകുന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ. ഷഫീദ്, ഇതിപ്പോൾ ഈ സമയത്താണ് JCB ഉപയോഗപ്പെടുത്താം എന്ന ഒരു ചിന്തയിലേക്ക് പോലും ഇപ്പോൾ അധികൃതർ വരുന്നത്. ഈ സംഭവം നടന്ന് ഈ അപകടം നടന്ന ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുകയാണ്. ജോയ് എവിടെയാണ് തങ്ങി നിൽക്കുന്നതെന്ന് എന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു നടപടിയാണ്. പക്ഷെ അത് വൈകിപ്പോയി എന്ന ആക്ഷേപം മറുഭാഗത്തുണ്ട് താനും. അപ്പോൾ അടുത്ത നടപടികൾ എന്താണ്? ഇനിയിപ്പോൾ പെട്ടെന്ന് ഈ മാലിന്യം നീക്കി അകത്തേക്ക് ഈ സ്കൂബ ടീമിനെ അയക്കുക എന്നുള്ളതല്ലേ? ഉറപ്പായിട്ടും അത് തന്നെയാണ് പ്രജിൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുക്കുന്ന നടപടി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രജിൻ സൂചിപ്പിച്ചുള്ള സാങ്കേതിക പ്രശ്നമായിരുന്നു ഈ സ്ഥിരമായി സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് നെറ്റുകൾ. അതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ അത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ JCB ആമയിഴഞ്ചാൻ തോടിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തി അവിടെ നിന്ന് മാലിന്യം നീക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഏതാണ്ട് 5 മണിക്കൂറോട് അടുക്കുന്നു ഈ അപകടം നടന്നിട്ട്. അതിൽ ഏറ്റവും അവസാനത്തെ നിമിഷം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് JCB ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ JCB പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിൽ നിലവിൽ ഈ നമ്മുടെ ജോയി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ ഈ ടണലിലേക്ക് കയറുന്ന ഭാഗത്തെ ആ വേസ്റ്റ് ആയിരിക്കും ആദ്യഘട്ടത്തിൽ മാറ്റുക. ഇപ്പോൾ കുറച്ചധികം വേസ്റ്റ് അത് ഹ്യൂമൻ എഫേർട്ടാൽ, അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അത് മാറ്റിയിരുന്നു. ഇപ്പോൾ മറ്റ് വേസ്റ്റുകൾ, അതായത് ഇതിന് താഴെ ചളിയടക്കമുള്ള കാര്യങ്ങളുണ്ട്, അതടക്കമുള്ള കാര്യങ്ങൾ നീക്കുന്ന നടപടികളിലേക്ക് ഇതിനോടകം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടക്കുന്നു. അതിനാണ് JCB കൊണ്ടുവന്നിട്ടുള്ളത്. JCB ഉപയോഗിച്ചുകൊണ്ട് ഇത് നീക്കുന്ന വളരെ ശ്രമകരമായിട്ടൊരു എഫേർട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തൊഴിലാളിയെ കാണാതായിട്ടും ഈ രീതിയിൽ ഈ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് ഈ നടപടികൾ ഇത്രയും വൈകിക്കുകയാണോ ചെയ്തത്? ഇതിനൊക്കെ ഇത് ആരാണ് ഉത്തരം പറയുക? ഇവിടെ നമ്മൾ നേരത്തെയും ചില പ്രതികരണങ്ങൾ കണ്ടു. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന കുറെ ആൾക്കാരെ കണ്ടു, രാഷ്ട്രീയമായ ആരോപണങ്ങളൊക്കെ ഉയർത്തുന്ന ആൾക്കാരെ കണ്ടു. പക്ഷേ ഈ വസ്തുതയുടെ, ഈ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം, അതിന്റെ ആഴവും ഗൗരവവും ഒന്നും മനസ്സിലാക്കാതെയാണ് ആളുകൾ പ്രതികരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇപ്പോൾ പോലും ഈ JCB ഇത്രയും വൈകിട്ടാണ്, ഈ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയതെങ്കിൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണോ? ഇതിനകത്ത് സാങ്കേതിക പ്രശ്നം രണ്ടായിരുന്നു. അതായത് ഈ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡ്, അതായത് തമ്പാനൂർ റോഡിന്റെ ഭാഗത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ആമയിഴഞ്ചാൻ തോടിന്റെ ഉള്ളത്. അവിടെയാണ് ഈ അപകടം നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു വലിയ കൂമ്പാരം, വേസ്റ്റുകളുടെ ഒരു കൂമ്പാരമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഈ JCBയിലേക്ക് ഇപ്പോൾ കയറ്റി ഇവിടെ നിന്ന് മാറ്റുന്നത്. ഇതിനടിയിൽപ്പെട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. മാത്രവുമല്ല, ഇപ്പോൾ ടണലിന്റെ മുഖത്ത് നിന്നുള്ള വേസ്റ്റ് അത് ഏറെക്കുറെ മാറ്റിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്നുണ്ട് കുറച്ച് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ പലതരത്തിലുള്ള വാർത്താ പരിപാടികളിലൂടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ പലതവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മുൻപിലേക്ക്, ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചാണ്, അധികാരികളുടെ മുൻപിലേക്ക് എത്തിച്ചാണ്. പക്ഷേ അന്നൊന്നും അത്തരം നടപടിയിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ സാങ്കേതികമായി പറയുകയാണെങ്കിൽ റെയിൽവേ ഭൂമിയാണ്, റെയിൽവേയാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ കൊടുത്തിരിക്കുന്നത്. റെയിൽവേയാണ് ഉത്തരവാദി എന്ന് പറയുമ്പോൾ പോലും ആമയിഴഞ്ചാൻ തോടിന്റെ മറുഭാഗത്ത്, അതായത് ഈ വേസ്റ്റൊക്കെ ഒഴുകിയെത്തുന്ന ഭാഗത്തേക്ക് ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു നീക്കത്തിലേക്ക് 5 മണിക്കൂറിൽ കടന്നിരിക്കുന്നു. ഈ വേസ്റ്റ് ഒന്നടങ്കം മാറ്റുന്ന, അതല്ലെങ്കിൽ ഒരു വലിയ തോതിൽ മാറ്റാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അത് JCB ഉപയോഗിച്ചുകൊണ്ട് മാറ്റുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവൃത്തി, അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ നമുക്കിനിപ്പോൾ ഇറങ്ങാൻ പറ്റും ഇവിടെ നിന്ന്? ഇനി ഡൈവ് ചെയ്യാൻ പോവാം. നമ്മുടെ ഈ ടണലിന്റെ മുഖത്തൂടെ തന്നെയാണോ പോകുന്നത്? ഇനി മാക്സിമം ഉള്ളിലേക്ക് പോവാം. കാരണം ചവർ മാറിയ സ്ഥിതിക്ക് നമുക്ക് ഡൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സെർച്ച് ചെയ്ത് പോയി വെള്ളത്തിനടിയിൽ കൂടെ പോവാം. വെള്ളത്തിനടിയിൽ ആള് ഇപ്പം വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നോക്കാനായിട്ട് നമുക്ക് കയറാൻ പറ്റിയ അവസരമായി നോക്കാൻ ശ്രമിക്കും. ഏതായാലും അവരുടെ പണിയാണ്. പാടുപെട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പണി നടക്കുകയാണ്. കഴിഞ്ഞ 5 മണിക്കൂറിലധികം സമയമായി വലിയ എഫേർട്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഫയർഫോഴ്സ് നടത്തുന്ന ഒരു എഫേർട്ട് അത് നമുക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ ഈ ആമയിഴഞ്ചാൻ തോടിൽ കാണുകയാണ്. വലിയൊരു എഫേർട്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടണലിന്റെ ആദ്യ മുഖത്തെ, അതല്ലെങ്കിൽ ടണലിന്റെ വാമുഖത്തെ മാലിന്യങ്ങൾ അത് പൂർണ്ണമായും ഇപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏതാണ്ട് 3/4 ഭാഗത്തോളം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മാലിന്യ നീക്കം, അതിനൊരു തീവ്രത അരുൺ അവിടെ നിന്ന് വിശ്വത JCBയുടെ ആ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ആമയിഴഞ്ചാൻ തോടിൽ നിന്ന് ഇപ്പോൾ നീക്കിയിരിക്കുന്ന
വേസ്റ്റിൻ്റെ ഒരു അവസ്ഥ. ഇതിനപ്പുറം ഇതിൻ്റെ ഒരു 3 ഇരട്ടിയോളം അതല്ലാണ്ട് ഒരു ഹ്യൂമൻ എഫേർട്ടിൽ നമ്മൾ എടുത്ത് പുറത്തിട്ടിരുന്നു. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അതേപോലെ തന്നെ നഗരസഭയിലെ ശുചീകരണ പ്രവൃത്തി ചെയ്യുന്ന ആളുകളടക്കമുള്ള ആളുകൾ എടുത്ത് മാറ്റിയിരുന്നു. ഇപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ നമ്മുടെ മുൻകൈയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തുമാത്രം ഇതുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഇനിയുമുണ്ട് ഈ ആമയിഴഞ്ചൻ തോട്ടിൽ മാലിന്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും നമ്മുടെ ആശങ്ക ഇക്കാര്യത്തിൽ മനുഷ്യജീവനാണ്. ആ ശുചീകരണ തൊഴിലാളിയുടെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സർവൈവൽ അടക്കമുള്ള കാര്യം ഒരു വലിയ ചോദ്യമായി ഉയരുന്നുണ്ട്. കാരണം മണിക്കൂർ ഇത്രയായി, 5 മണിക്കൂറിലധികം സമയമായി. നമുക്ക് ഫയർഫോഴ്സിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രയധികം എഫേർട്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അവർ ആദ്യ 4 തവണ ഈ ചവറൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ടണലിന്റെ അകത്തേക്ക് കയറാൻ ശ്രമം നടത്തി. പക്ഷേ പരാജയപ്പെട്ടു. കാരണം അവർക്ക് അതിനകത്തേക്ക് കയറാൻ കഴിയില്ല. ആ രീതിയിൽ ഹാർഡ്ഷിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ